الحمد لله الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. والله أخرجكم من بطون أمهاتكم لا تعلمون شيئا وجعل لكم السمع والأبصار والأفئدة لعلكم تشكرون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് നമ്മുടെ ഓരോ നീക്കുപോക്കുകളും ഓരോ ചലനങ്ങളും റഹ്മാനായ റബ്ബ് അതിസൂക്ഷ്മമായി വീക്ഷിക്കുന്നുണ്ട്. അവൻ്റെ മാലാഖമാർ രേഖപ്പെടുത്തുന്നുണ്ട്. ആ രേഖ പാരത്രിക ലോകത്ത് പരസ്യമായി പ്രദർശിപ്പിക്കപ്പെടും എന്ന ബോധത്തോടെ ഐഹിക ലോക ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അതിസൂക്ഷ്മമായി തഖ്വയോടുകൂടെ നയിക്കണേ എന്ന് ആമുഖമായി എന്നോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഗൗരവപൂർവം ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായ അടിമരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് മുത്തഖീങ്ങളായ ആളുകൾക്ക് വേണ്ടി മാത്രം അവൻ തയ്യാർ ചെയ്തു വെച്ച സ്വർഗത്തിൽ കുടുംബസമേതം പ്രവേശിക്കാൻ റഹ്മാനായ റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പുതിയ ഒരു അധ്യയന വർഷം ആരംഭിക്കുകയാണ്. വേനൽ അവധി കഴിഞ്ഞു. നമ്മുടെ മക്കളൊക്കെ വീണ്ടും പഠനത്തിന് വേണ്ടി സ്കൂളുകളിലേക്ക്, കലാലയങ്ങളിലേക്ക്, ഉപരിപഠനത്തിലേക്ക് പോകാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് അവരൊക്കെ ഉള്ളത്. അറിവ് കരസ്ഥമാക്കുക, വിജ്ഞാനം നുകരുക എന്നുള്ളത് വ്യക്തിത്വ വികാസത്തിനും അതേ രൂപത്തിൽ തന്നെ സമൂഹത്തിന്റെ പുരോഗതിക്കുമൊക്കെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. കലാലയങ്ങളിൽ നിന്ന് വിദ്യ നുകരുന്നത് കേവലം അറിവുകൾ കരസ്ഥമാക്കുക എന്നതിനപ്പുറത്ത്
നല്ലൊരു മനുഷ്യനായി തീരുവാനും ജീവിതത്തിലെ നൈപുണ്യങ്ങളൊക്കെ വളർത്തിയെടുക്കുവാനുമൊക്കെ മനുഷ്യന് സഹായകമാകുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അറിവ് നേടുക എന്നുള്ളത് കേവലം ഭൗതികമായ ലൗകികമായ ഒരു ആവശ്യം മാത്രമല്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അറിവ് കരസ്ഥമാക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ സമീപത്ത് പ്രതിഫലാർഹമായ ഒരു ഇബാദത്ത് കൂടെയാണ്, ഒരു അമല് സ്വാലിഹാത്താണ് എന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അറിവിനെ, വിജ്ഞാനത്തെ ഇസ്ലാമിനോളം ചേർത്തു പിടിച്ച നെഞ്ചിലേറ്റിയ മറ്റൊരു മതദർശനത്തെ പരതിയാൽ നമുക്ക് കാണാൻ സാധിക്കില്ല. വിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ തിരുവചനങ്ങളിലുമൊക്കെ വിജ്ഞാനത്തിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന ഒട്ടനവധി വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അലഖ് 96-ാമത്തെ അധ്യായം, അതിന്റെ 1 മുതലുള്ള വചനങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. വഹയിന്റെ ആരംഭമാണ്. ഹിറാ ഗുഹയിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് ഓതിക്കൊടുത്ത പ്രബോധനത്തിന്റെ തുടക്കമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹയിന്റെ ആരംഭമാണ് ഇഖ്റ, മുഹമ്മദേ താങ്കൾ വായിക്കുക. വായന എന്നുള്ള ആ പദപ്രയോഗം കൊണ്ടാണ് വഹയിന്റെ ആരംഭം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, മുഹമ്മദേ താങ്കളെ സൃഷ്ടിച്ച റബ്ബിന്റെ നാമത്തിൽ താങ്കൾ വായന ആരംഭിക്കണം. ഇഖ്റ വഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചവനായ റബ്ബിന്റെ നാമത്തിലാണ് താങ്കൾ വായിക്കേണ്ടത്. ഇഖ്റ വറബ്ബുക്കൽ അക്രം, അത്യുദാരപൂർണനായ നിന്റെ റബ്ബിന്റെ നാമത്തിലാണ് താങ്കൾ വായന ആരംഭിക്കേണ്ടത്. അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചത് അവനാണ്. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചത് അവനാണ്. അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യന് അറിയാത്തതൊക്കെ അവനാണ് മനുഷ്യനെ പഠിപ്പിച്ചിട്ടുള്ളത്. വഹയിന്റെ ആരംഭമാണ്, വഹയിന്റെ തുടക്കമാണ്, പ്രബോധനത്തിന്റെ തുടക്കമാണ്, ഇസ്ലാമിക സംസ്കാരത്തിന്റെ, ഇസ്ലാമിക നാഗരികതയുടെ ആരംഭം കുറിക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ആരംഭം കുറിക്കുന്നത്? പേന പോലെ, വിദ്യാഭ്യാസം പോലെ, പഠനം പോലെ, പഠിപ്പിക്കുന്ന അധ്യാപനം പോലെയുള്ള സംജ്ഞകൾ, പേരുകൾ, നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അള്ളാഹു ആരംഭം കുറിക്കുന്നത്. വളരെ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. ഏതെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ആരാധനാ കർമ്മങ്ങളെ കുറിച്ചോ ആചാരങ്ങളെ കുറിച്ചോ പറഞ്ഞുകൊണ്ടല്ല അള്ളാഹു ആദ്യത്തെ വഹയിന്റെ വചനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. വിജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, വായനയെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, അധ്യാപനത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, വിജ്ഞാനം മനുഷ്യരുടെ തലച്ചോറിലേക്ക് കടന്നു വരുന്ന പേനയെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, മഹാനായ ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് ഈ വചനങ്ങളെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് കാണാം. നീ മനസ്സിലാക്കണം, തീർച്ചയായിട്ടും ഈ വചനങ്ങൾ ഇത് വായനയുടെയും വിജ്ഞാനത്തിന്റെയും പ്രാധാന്യത്തെ കുറിക്കുന്ന വചനങ്ങളാണിത്. അലാ ശറഫിൽ ഖിറാഅത്തി വൽ ഇൽം, വായനയുടെയും അതുപോലെ തന്നെ വിജ്ഞാനത്തിന്റെയും പ്രാധാന്യത്തെ കുറിക്കുന്ന വചനമാണിത്. കാരണം അല്ലാഹു വഹി ആരംഭിച്ചത് ഇത്തരം പദപ്രയോഗങ്ങളെ കൊണ്ടാണ്. ഈ വിജ്ഞാനത്തെ കുറിച്ചുള്ള പ്രാധാന്യത്തെ കുറിക്കുന്ന പദപ്രയോഗങ്ങളെ കുറിച്ച്, ആയത്തുകളെ കുറിച്ചിട്ടാണ് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹിയിന്റെ തുടക്കം കുറിക്കുന്നത്. മാത്രമല്ല വഖസ്സൽ ഇൻസാന ബിത്തഅലീമി ബിൽ ഖലം, പേന കൊണ്ട് മനുഷ്യനെ പഠിപ്പിച്ചവൻ എന്നുള്ള രൂപത്തിൽ അള്ളാഹു പ്രത്യേകമായി പേനയെ എടുത്തുദ്ധരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും വിജ്ഞാനത്തെ അത് തെളിവാക്കുന്നുണ്ട്. മിൻ അഅ്ളമിൻ നിഅം, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായ അഅ്ളമായ ഒരു അനുഗ്രഹമാണ് വിജ്ഞാനം എന്നുള്ളത് എടുത്തു പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, അൽ ഖിറാഅത്തു മിഫ്താഹുൽ ഇൽം, വായന എന്നുള്ളത് ഇന്ന് കുറഞ്ഞു വരികയാണ്. സോഷ്യൽ മീഡിയയിലും ടെക്നോളജികളൊക്കെ വർദ്ധിക്കുമ്പോൾ വായന വളരെയധികം പിറകോട്ട് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, അൽ ഖിറാഅത്തു മിഫ്താഹുൽ ഇൽം, വായന എന്നുള്ളത് അത് ഇൽമിന്റെ വിജ്ഞാനത്തിന്റെ താക്കോലാണ്. വബിൽ ഇൽമി തതമയ്യസു മർതബത്തുൽ ഇൻസാനി അൻ സായിരിൽ മഖ്ലൂഖാത്ത്, മനുഷ്യനെ ഇതര സൃഷ്ടിജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുകയും അവന്റെ പദവി ഉയർത്തപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് ഈ വിജ്ഞാനം കൊണ്ടാണ് എന്ന് ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ എന്ന് തുടങ്ങുന്ന വഹയിന്റെ ആദ്യത്തെ 5 വചനങ്ങളെ എടുത്തു വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. സഹോദരങ്ങളെ, വിജ്ഞാനം അതിന് ഇസ്ലാം വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത് എന്നാണ് ഇത്തരം ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ലാഹുവിന്റെ സമീപത്ത് പദവികൾ ഉയർത്താൻ വിജ്ഞാനം അനിവാര്യമാണ് എന്ന് സൂറത്ത് മുജാദിലയിലെ 11-ാമത്തെ വചനം, യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, നിങ്ങളിലെ വിശ്വാസികളായ ആളുകൾ, വല്ലദീന ഊതുൽ ഇൽമ, ഇൽമ നൽകപ്പെട്ട അറിവുള്ള ആളുകൾ, അവർക്ക് അല്ലാഹുവിന്റെ സമീപത്ത് യർഫഇല്ലാഹു, അല്ലാഹു അവരെ ഉയർത്തുന്നുണ്ട്, അവരുടെ പദവികൾ ഉയർത്തുന്നുണ്ട്, അവരുടെ മഹാത്മ്യം അല്ലാഹുവിന്റെ സമീപത്ത് ഉയർത്തപ്പെടുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊന്നും അറിയില്ല, അങ്ങനെയാണല്ലോ പലപ്പോഴും പറയാ, ഞാനിതൊന്നും പഠിച്ചിട്ടില്ല, ഇതൊരു വിശ്വാസിക്ക് യോജിച്ചതല്ല എന്നുള്ളത്. പഠിക്കാനും അറിവുകൾ കരസ്ഥമാക്കാനുള്ള പരിശ്രമങ്ങൾ, അജ്ഞത, വിവരക്കേട് അത് നീക്കിക്കളയാനുള്ള താല്പര്യവും ആഗ്രഹവും പരിശ്രമവും ഒരു വിശ്വാസിയിൽ അവന്റെ ജീവിതത്തിലുടനീളം ഉണ്ടാവണം എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം. ഞാൻ ആമുഖമായി ഓതിവെച്ച സൂറത്തുൻ നഹ്ലിലെ 78-ാമത്തെ വചനം അല്ലാഹു പറഞ്ഞു, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാത്തികും ലാ തഅലമൂന ശൈആ, മനുഷ്യരെ നിങ്ങളെ അല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാത്തികും, നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയത്തിൽ നിന്ന്, അവരുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങളെ അല്ലാഹു പുറത്തു കൊണ്ടുവന്നത് ലാ തഅലമൂന ശൈആ, ഒന്നും അറിയാത്തവരായിട്ടാണ്. ഒന്നും നിങ്ങൾക്കറിയില്ല. ഒരു കയ്യിൽ സ്വർണ്ണക്കട്ടയും മറ്റേ കയ്യിൽ തീക്കട്ടയുമായി നിങ്ങളുടെ സമീപത്ത് വന്നാൽ നിങ്ങൾ ഏതുമെടുക്കും? തീക്കട്ട എടുക്കരുതെന്നോ സ്വർണ്ണക്കട്ട മാത്രമേ എടുക്കാവൂ എന്നോ ഒരു അറിവും നിങ്ങൾക്കില്ല. ലാ തഅലമൂന ശൈആ, ഒരു വിവരവും നിങ്ങൾക്കില്ലാത്തൊരവസ്ഥയിലാണ് ഈ ഭൂമി ലോകത്തേക്ക് നിങ്ങളുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഞാൻ കാഴ്ച ശക്തി തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ കേൾവി ശക്തി തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ ചിന്താശേഷി നൽകിയിട്ടുണ്ട്. പഠിക്കാൻ, വിജ്ഞാനത്തെ നുകരാൻ, വിജ്ഞാനം ആർജിച്ചെടുക്കാനുള്ള സർവമാന സാഹചര്യങ്ങളും കഴിവുകളും പ്രാപ്തിയും നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. എന്നിട്ട് എന്തിനാണ് ഇത് അല്ലാഹു പറയുന്നത്? അറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് സൗകര്യം ലഭിച്ചിട്ടില്ല എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ പറയാനോ രക്ഷപ്പെടാനോ സാധിക്കില്ല എന്നുള്ളതാണ് ഈ ആയത്തിലൂടെ നമ്മുടെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കൊണ്ട് പറഞ്ഞു വെക്കുന്നത്. സഹോദരങ്ങളെ, സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും വിദ്യാഭ്യാസം കരസ്ഥമാക്കാൻ ഉതകുന്ന രൂപത്തിലാണ് ഇസ്ലാം അതിനെ സമീപിക്കുന്നതും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടും. ഏതെങ്കിലും ചില ആളുകൾക്ക് മാത്രം വർണ്ണാശ്രമ സങ്കല്പങ്ങൾ പോലെയുള്ളത്, സമൂഹത്തിലെ മേലാളന്മാർക്ക് മാത്രം, ഉന്നത ജാതികളിൽപ്പെട്ട, ഉന്നത കുലജാതികളിൽപ്പെട്ട, പ്രത്യേക കുടുംബക്കാരിൽപ്പെട്ട അവർക്ക് മാത്രമുള്ള വിദ്യാലയങ്ങൾ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇസ്ലാമിൽ അതിൽ കാണാൻ നമുക്ക് സാധിക്കുകയുമില്ല. അതല്ലെങ്കിൽ സാമ്പത്തികമായുള്ള ഏതെങ്കിലും പ്രത്യേക സ്ഥലത്ത് ജീവിക്കുന്നവർക്ക് മാത്രം, പ്രത്യേക ഭാഷ സംസാരിക്കുന്നവർക്ക് മാത്രം ഇല്ല, അതും ഇസ്ലാമിലില്ല. ഇസ്ലാം എല്ലാവർക്കും വിജ്ഞാനം ഉണ്ടാകണമെന്നും എല്ലാവരും വിജ്ഞാനം കരസ്ഥമാക്കണമെന്നും പഠിപ്പിക്കുന്നു. നമുക്കറിയാമല്ലോ, ബദർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ബന്ദികൾക്ക് മോചനദ്രവ്യമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത് എന്താ? 10 ആളുകൾക്ക് 10 സ്വഹാബത്തിന് എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, മോചനദ്രവ്യമായിട്ട് അങ്ങനെ 10 ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക വഴി അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും.
ഈ രൂപത്തിൽ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ച മതമാണ് ഇസ്ലാം. അത് പിന്നീട് പള്ളികൾ കേന്ദ്രീകരിച്ച് അനൗപചാരിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ആരംഭിക്കുകയാണ്. പിന്നീട് അത് മക്തബകളായി, ലൈബ്രറികളും അതുപോലെ തന്നെ ചെറിയ ചെറിയ പഠന കേന്ദ്രങ്ങളുമായി, പിന്നീട് അത് യൂണിവേഴ്സിറ്റികൾ, സർവകലാശാലകളായി മാറി. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന 1000 വർഷങ്ങൾക്കപ്പുറത്ത്, നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് പണികഴിപ്പിച്ച എത്രയോ യൂണിവേഴ്സിറ്റികൾ ഇന്ന് ഇസ്ലാമിക ലോകം പണികഴിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. മദീന യൂണിവേഴ്സിറ്റി പോലെയുള്ള, അതുപോലെ തന്നെ ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി പോലെയുള്ള, കൊർഡോവയിലെ കൈറോ യൂണിവേഴ്സിറ്റി പോലെയുള്ള, അങ്ങനെ ബഗ്ദാദിലെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ യൂണിവേഴ്സിറ്റികൾ ഇത്തരം സംരംഭങ്ങളിലൂടെ കടന്നു വന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അഥവാ വിദ്യാഭ്യാസത്തിന് ഇസ്ലാം നൽകിയ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ പൂർവികരൊക്കെ അത് തിരിച്ചറിഞ്ഞിരുന്നു എന്നും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമീൻ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ത്വലബുൽ ഇൽം, വിജ്ഞാനം ആർജിച്ചെടുക്കുക എന്നുള്ളത്, വിജ്ഞാനം പഠിക്കുക എന്നുള്ളത് അത് നിർബന്ധമാണ് എന്ന, ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിനും അത് അനിവാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഹാജത്തുൻ നാസി ഇലൽ ഇൽമി അശദ്ദു മിൻ ഹാജത്തിഹിം ഇലൽ തആമി വശറാബ്. ഒരു മനുഷ്യന് അറിവ് കരസ്ഥമാക്കുക എന്നുള്ളത് അത് ഹാജത്തിഹിം ഇലൽ തആമി വശറാബ്, ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠവും അനിവാര്യവുമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ. കാരണം അദ്ദേഹം പറഞ്ഞു, ലിഅന്ന തആമ വശറാബ യുഹ്താജു ഇലൈഹി ഫിൽ യൗമി മറത്തൻ ഔ മറത്തൈനി. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഒരു ദിവസം 1-2 തവണ ഭക്ഷണം കഴിച്ചാൽ മതി, അതിലധികം ആവശ്യമില്ല. പക്ഷേ അവന്റെ ശ്വാസോച്ഛ്വാസം പോലെ അനിവാര്യമാണ് അറിവ് എന്നുള്ളത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ പറഞ്ഞു വെക്കുന്നു. സഹോദരങ്ങളെ, ഇസ്ലാം ഈ വിദ്യാഭ്യാസത്തെ, ഇൽമിനെ, വിജ്ഞാനത്തെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നത് വളരെ ഗൗരവത്തോടു കൂടെയാണ്. അതിന്റെ ശ്രേഷ്ഠതയും മാഹാത്മ്യവും വളരെ ഗൗരവത്തോടു കൂടെയാണ് ഇസ്ലാം അത് പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. വൈജ്ഞാനിക മേഖലയിലേക്ക് പോകുമ്പോൾ കേവലം ഏതെങ്കിലും ലൗകികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുക, അതല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കുക, ഇതിലപ്പുറത്തേക്ക് നല്ലൊരു മനുഷ്യനായി തീരുവാനും നല്ല രൂപത്തിൽ വിജ്ഞാനം ആർജിച്ചെടുക്കുവാനും ഞാൻ സ്വീകരിക്കുന്ന ഈ വിജ്ഞാനം അത് എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടണമെന്നുള്ള രൂപത്തിൽ അത് കൃത്യമായ ബോധ്യത്തോടുകൂടെ ഇതൊരു ഇബാദത്താണ്, അള്ളാഹുവിന്റെ സമീപത്ത് എനിക്ക് പ്രതിഫലം ലഭിക്കുമെന്നുള്ള അർത്ഥത്തിൽ തന്നെ പഠിക്കുവാനും അത് മക്കളെ പഠിപ്പിക്കുവാനും ഒക്കെ നമ്മൾ തുനിയേണ്ടതുണ്ട് എന്നാണ് ഇത്തരം പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഒരിക്കൽ കൂടെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. വിദ്യാഭ്യാസം, വൈജ്ഞാനിക മേഖല വളരെ പ്രാധാന്യത്തോടു കൂടെയാണ് ഇസ്ലാം നോക്കിക്കാണുന്നത് എന്നാണ് നാം സൂചിപ്പിച്ചത്. പക്ഷെ പലപ്പോഴും ആ വിദ്യാഭ്യാസമൊക്കെ ധാർമ്മിക വിദ്യാഭ്യാസം മാത്രമല്ലേ. ഏതെങ്കിലും ഒരു അറബിക് കോളേജിൽ പഠിക്കുകയോ അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള വിജ്ഞാനത്തെ മാത്രമല്ലേ അങ്ങനെ നോക്കിക്കാണുന്നത്. ഭൗതിക വിദ്യാഭ്യാസത്തിന് ഇസ്ലാം എന്തെങ്കിലും സ്ഥാനം നൽകുന്നുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഭൗതികമായ വിജ്ഞാനത്തിലേക്ക് കുട്ടികൾ പോകുമ്പോൾ അത് നിരുത്സാഹപ്പെടുത്തേണ്ടതുണ്ടോ? ഇങ്ങനെ ഇസ്ലാം ഭൗതിക വിജ്ഞാനമെന്നും ധാർമ്മിക വിജ്ഞാനമെന്നും പറഞ്ഞ് രണ്ടായി തരംതിരിക്കുകയോ ഒന്നിനെ മാറ്റി നിർത്തുകയോ വേർതിരിച്ച് കാണുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. രണ്ടും ഒരു മനുഷ്യന് അനിവാര്യമാണ്. അവന്റെ ഭൗതികമായ അറിവുകൾ ഈ ദുനിയാവിലെ അവന്റെ ഭൗതികമായ ജീവിതത്തെ എളുപ്പമാക്കുവാൻ മനുഷ്യന് ആകുന്നതുപോലെ ധാർമ്മികമായ അറിവുകൾ അവന്റെ പാരത്രിക ലോകത്തെ പ്രകാശപൂരിതമാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭൗതികമായ അറിവുകൾ, ഭൗതികമായ പഠനങ്ങൾ അവന്റെ ഐഹിക ലോക ജീവിതത്തിൽ അവന് എളുപ്പങ്ങൾ ഉണ്ടാകുന്നു.
ഇരു കണ്ണുകളും ഉള്ളവനാണ് പൂർണ്ണമായ കാഴ്ചയുള്ള മനുഷ്യൻ. ഒരു കണ്ണുണ്ടായാലും കാണാൻ പറ്റും. പക്ഷെ രണ്ട് കണ്ണുണ്ടാകുമ്പോ, രണ്ട് കണ്ണിനും പൂർണ്ണമായ കാഴ്ച ശക്തി ഉണ്ടാകുമ്പോ അത് മനുഷ്യനെ പൂർണ്ണമായ ഒരു കാഴ്ചയുള്ളവനാക്കി മാറ്റുന്നു. ഇതേ രൂപത്തിൽ ഭൗതികമായ വിജ്ഞാനം മാത്രമല്ല, അതോടൊപ്പം ധാർമ്മികമായ അറിവുകൾ കൂടെ ചേരുമ്പോഴാണ് സത്യത്തിൽ അവനൊരു യഥാർത്ഥ മനുഷ്യനായി തീരുന്നത്. സംസ്കാര സമ്പന്നനായ, നിയന്ത്രണ ബോധമുള്ള, ദൈവിക ബോധമുള്ള, മാനവിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നല്ല മനുഷ്യനായി തീരണമെങ്കിൽ ഭൗതിക വിജ്ഞാനത്തോടൊപ്പം തന്നെ ധാർമ്മികമായ വിജ്ഞാനം ഉണ്ടാകണം. അതിനർത്ഥം ധാർമ്മിക വിജ്ഞാനം മാത്രം എന്നുള്ളതല്ല. നമ്മുടെ പ്രാർത്ഥന പോലും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ പ്രാർത്ഥനയായി പഠിപ്പിച്ചത് എന്താ? റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹു പഠിപ്പിക്കുന്ന പ്രാർത്ഥന എന്താ? പടച്ചവനെ, പരലോകത്ത് മാത്രം നന്മ നൽകണമെന്നല്ല, റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന, അല്ലാഹുവേ ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് ഹസനത്തുകൾ നൽകണേ. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പോലെയുള്ള ആളുകൾ പറയുന്നത് കാണാം, ഇമാമുകൾ പറയുന്നത് കാണാം, ഇതിനകത്ത് ഈ പ്രാർത്ഥനയിൽ ദുനിയാവിലെ എല്ലാ നന്മകളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. എല്ലാ നന്മകളെയും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ആഖിറത്തിലേത് മാത്രമല്ല, അതേ രൂപത്തിൽ തന്നെ ദുനിയാവിലെ എല്ലാ തിന്മകളെയും അത് തടയുന്നുമുണ്ട്. ഇവിടെ ദുനിയാവിലെ ഹസനത്ത് നൽകണേ എന്നതിന്റെ അർത്ഥം എന്താണ്? നല്ല ആരോഗ്യം ഉണ്ടാവണം, നല്ല വീടുണ്ടാവണം, നല്ല ഉപജീവനം ഉണ്ടാവണം, അതോടൊപ്പം നല്ല അറിവുണ്ടാവണം. ആ രൂപത്തിലുള്ള അറിവും ദുനിയാവിലെ ജീവിതങ്ങൾ എളുപ്പമാക്കുവാനും അന്തസ്സായി ദുനിയാവിൽ ജീവിക്കാൻ ഉപകാരപ്പെടുന്ന അറിവുകളും ഇതിൽ ഉൾപ്പെടുന്നു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മതപഠനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മതപഠനം ഇല്ലാത്ത ഒരു ഭൗതിക വിദ്യാഭ്യാസം, ഭൗതികമായിട്ട് ഉന്നതമായ സർട്ടിഫിക്കറ്റുകളും ഉന്നതമായ അവസ്ഥകളിലും സ്ഥാനമാനങ്ങളിലും ഒക്കെ ഒരു മനുഷ്യൻ എത്തിയിട്ടുണ്ട്. പക്ഷേ അയാൾക്ക് ധാർമ്മികമായ അറിവുകളില്ല. അള്ളാഹുവിന്റെ നിയമാവലികളെ കുറിച്ച്, പ്രവാചകന്റെ ചര്യകളെ കുറിച്ച് ബോധമില്ലാത്ത ഒരു മനുഷ്യനാണെങ്കിൽ നിയന്ത്രണമില്ലാത്തൊരു വാഹനത്തെ പോലെ ആയിരിക്കും അത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഉദാഹരിച്ചതായി കാണാം. നിയന്ത്രണമില്ലാത്തൊരു വാഹനം പോകും, അത് എങ്ങോട്ടും പോകും, എവിടെ ഇടിക്കും, എന്തും സംഭവിക്കാം, അപകടമായിരിക്കും ആ യാത്ര എന്നുള്ളത് ഭൗതിക വിജ്ഞാനം മാത്രമുള്ള ആളുകളെ കുറിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നതായി കാണാം. ഇസ്ലാം ഒരിക്കലും ഭൗതിക വിജ്ഞാനത്തെ മാറ്റി നിർത്തുന്നില്ല. മഹാനായ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം, ലാ ഇൽമ ഇൽമൻ ബഅദൽ ഹലാലി വൽ ഹറാമി അംബല മിന തിബ്ബ്. അദ്ദേഹം പറയുന്നു, വൈദ്യശാസ്ത്രത്തെക്കാൾ, ഡോക്ടറാവുന്നതിനേക്കാൾ ഏറ്റവും നല്ല ഒരു വിദ്യാഭ്യാസം എനിക്കറിയില്ല. അള്ളാഹുവിന്റെ ശറഈയായ ഇൽമുകൾ, അവന്റെ ശറഈനെ നിയമങ്ങളെ, നിയമാവലികളെ, അവന്റെ ഹറാമും ഹലാലും അഥവാ ധാർമ്മിക വിദ്യാഭ്യാസം അത് പഠിക്കുന്നത് കഴിഞ്ഞാൽ പിന്നെ അംബലമിന തിബ്ബ്, വൈദ്യശാസ്ത്രം പഠിക്കുന്നതിനേക്കാൾ മെച്ചമായ മറ്റൊന്നും എനിക്കറിയില്ല എന്ന് ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇങ്ങനെ നമ്മുടെ ഭൗതിക ജീവിതത്തിനെ ആയാസകരമാക്കുന്ന, എളുപ്പമേകുന്ന, നമുക്ക് സുഗമമായി തീരുന്ന, അന്തസ്സോടുകൂടെ ഈ ലോകത്ത് ജീവിക്കാൻ നമുക്ക് കാരണമായി തീരുന്ന ഏതേത് ഇൽമുകളും വിജ്ഞാനങ്ങളും നമുക്ക് കരസ്ഥമാക്കാവുന്നതാണ്. അതൊക്കെ ഇബാദത്തായി തീരുന്നതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ധാർമ്മികമായ അറിവുകൾ കരസ്ഥമാക്കാനുള്ള സർവമാന വഴികളും ഒരു വിശ്വാസിയും അന്വേഷിക്കണം എന്നുള്ളതാണ് അള്ളാഹുവും പ്രവാചകനും പഠിപ്പിക്കുന്ന ആയത്തുകളിലൂടെ, ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ വിശ്വാസികൾ എന്നുള്ള നിലക്ക്, പ്രത്യേകിച്ച് രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇത് തന്നെയാണ്. നമ്മുടെ മക്കൾ എങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ മക്കൾ എന്താണ് പഠിക്കുന്നത്, ഇത് പഠിക്കുമ്പോഴും ഇത് പഠിപ്പിക്കുമ്പോഴും ഒക്കെ മക്കൾ ഏത് പഠിച്ചാലും അവർക്ക് ധാർമ്മിക ബോധം ഞാൻ നൽകിയിട്ടുണ്ട് എന്ന ബോധം, എന്ന ഒരു ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. ആ ധാർമ്മിക ബോധമില്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങോട്ടും പോകും. എന്തൊക്കെയാണ് വെള്ളത്തിന്റെ രാസമൂല്യങ്ങൾ എന്നോ അതിന്റെ മൂലകങ്ങൾ എന്നോ അതിന്റെ കെമിസ്ട്രി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പക്ഷേ ദാഹിച്ചു വരുന്നവന് ആ വെള്ളം കൊടുക്കണമെന്ന് കെമിസ്ട്രി നമ്മെ പഠിപ്പിക്കുന്നില്ല. ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള ഇരുമ്പ് കൊണ്ട് ഏത് തരത്തിലുള്ള ആയുധങ്ങളും ഉണ്ടാക്കാം. ആ ആയുധങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗിക്കാം? ആയുധങ്ങൾ ഒരു കത്തിയാണെങ്കിൽ അത് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കാം,
വെജിറ്റബിൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കാം, മറ്റു പല ഉപകാരത്തിനും മനുഷ്യന് ഉപയോഗിക്കാം. പക്ഷേ ഇത് അന്യനെ ആക്രമിക്കാൻ ഉപയോഗിച്ചുകൂടാ എന്ന് അത്തരം ശാസ്ത്രങ്ങളും ഭൗതിക വിദ്യാഭ്യാസങ്ങളും മനുഷ്യന് നൽകുന്നില്ല. അത് നൽകാനാണ് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ, അത് നൽകാനാണ് പ്രവാചകന്റെ അധ്യാപനങ്ങൾ. അതിനാണ് ധാർമ്മികമായ വിദ്യാഭ്യാസം. നിന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കളോട് വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോ നീ ചെയ്യുന്നു പോലും പറയരുതെന്നോ, അവരെ ആട്ടിയോടിക്കരുതെന്നോ, അവരെ കാരുണ്യത്തോടുകൂടി നീ സംരക്ഷിക്കണമെന്നോ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ സ്കെയിലുകൾ ഉപയോഗിച്ച് മനുഷ്യനെ പഠിപ്പിക്കുക സാധ്യമല്ല. ഈ ഭൗതികമായ വിദ്യാഭ്യാസങ്ങളൊക്കെ മക്കൾക്ക് നൽകുമ്പോഴും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഇത്തരത്തിലുള്ള വചനങ്ങൾ അവരുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിപ്പിച്ചു കൊടുക്കണം. അവർ നിന്റെ മാതാപിതാക്കളാണ്, അവരെ നിന്നെ പോറ്റി വളർത്തിയവരാണ്, അവരോട് നിനക്ക് ഉത്തരവാദിത്വമുണ്ട്. അവരെ വിരട്ടരുത്, അവരോട് ചെയ്യുന്നു പറയരുത്. അവർക്ക് കാരുണ്യത്തിന്റെ ചിറകുകൾ നീ വിരിച്ചു കൊടുക്കണം. അവർക്ക് വേണ്ടി നീ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഇതൊക്കെ പഠിപ്പിക്കുന്നതിനാണ് മതവിജ്ഞാനം, ഭൗതിക വിജ്ഞാനമല്ല ധാർമ്മിക വിദ്യാഭ്യാസമുള്ളത്. മറ്റേത് ഭൗതിക വിജ്ഞാനം എന്നുള്ളത് നമ്മുടെ ഈ ലോകത്ത് അത് നമുക്ക് അന്തസ്സായി ജീവിക്കാനുള്ള, ഇത് രണ്ടും ചോദിക്കുന്നവനും ഇത് രണ്ടും കരസ്ഥമാക്കുന്നവനും ഇത് രണ്ടും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നല്ല മനുഷ്യത്വമുള്ള മനുഷ്യനായി ജീവിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്നുള്ളതാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആ രൂപത്തിൽ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ, നാം ജീവിക്കാൻ ഇതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.